ഹലോ, ഞാൻ ലിപിൻലി. അപ്പൊ ഞാൻ ഇന്ന് ബ്രൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അതായത് ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്ത, അതായത് അരുൺ ഡി ജോസ് എന്ന് പറഞ്ഞ ആള് സംവിധാനം ചെയ്ത പടമാണ് ബ്രൊമാൻസ്. ബ്രൊമാൻസ് പടം എന്ന് പറഞ്ഞാൽ ഫുള്ളി കോമഡി എന്റർടൈനർ, അങ്ങനെ വേണം പറയാം. അതിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് പടാ, പ്രേമലു ഇല്ലേ, പ്രേമലു ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയാം. പക്ഷെ സെക്കൻഡ് പാർട്ട് എന്ന് ഞാൻ പറഞ്ഞത് അതില് കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അങ്ങനെ അത് സെക്കൻഡ് പാർട്ട് പോലെ തോന്നി. കാരണം പ്രേമലൂരിലുള്ള ഒട്ടുമിക്ക ആക്ടേഴ്സും ഈ പടത്തിലുണ്ട്. ഈ പടത്തില് പ്രേമലൂരിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് അർജുന അശോകനും ഇല്ല, അതേപോലെ തന്നെ ഷാജോണും ഇല്ല. ബാക്കിയൊക്കെ പ്രേമലൂരിലുണ്ടായ ആൾക്കാർ തന്നെയാണ്. പിന്നെ ഇതില് ഇല്ലെന്ന് പറയാൻ പറ്റൂല, ഒരു പ്രതിനായിക റോള് ചെയ്ത പുള്ളി ഇത് പ്രേമലൂരില്ല. എന്നിരുന്നാലും ഒരു കോമഡി പടം, ഫുള്ളി കോമഡി. അത് തിയേറ്ററിലൊക്കെ നമുക്ക് ഇരുന്ന് രസിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് റൊമാൻസ്. പടത്തില് നായികയായിട്ട് മഹിമ നമ്പ്യാർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അർജുന അശോകനും രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതില് മറ്റേ നസ്ലിന്റെ ഒരു കുറവ് എനിക്ക് തോന്നി. അതായത് പ്രേമലൂരിൽ നസ്ലീന്റെ കുറവ് ഇതിലുണ്ട്. പക്ഷെ നസ്ലീന് പകരം മറ്റേ അവന്റെ പേര് ഞാൻ മറന്നുപോയി, മാത്യു തോമസ് പുള്ളി പുള്ളി ഒരു എന്റർടൈനർ ആയിട്ട് ഇതില് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഫാമിലിയൊക്കെ ഒത്ത് കാണാവുന്ന ഒരു പടമാണ് ബ്രൊമാൻസ്. ഫുള്ളി കോമഡി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ടു. ശരി.